ഇതാണ് നമ്മുടെ പഴയ സമ്പ്രദായം. കൊട്ടാരത്തിൽ നിന്നും രാജാവ് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം അണിയുന്ന തലപ്പാവിന്റെ 4 വശത്തും ഇതുപോലുള്ള ദീപം കൊളുത്തിവെക്കണം. ഇതിലേതെങ്കിലും ഒരു ദീപം അണഞ്ഞുപോയാൽ അത് രാജാവിന് അപശകുനമാകുമെന്നാണ് പറയാറ്. പാരമ്പര്യമായിട്ടുള്ള ഈ തലപ്പാവ് 12 വർഷമായി കാത്തിരിക്കുകയായിരുന്നു രാജാവ് തന്നെ അണിയുന്നതിനു വേണ്ടി. അതിനുള്ള സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു. വീണ്ടും നമുക്കിതിനെ പൂജിക്കണം. സേവനം ഒരു ധർമ്മമായി കരുതണം. മനസ്സിൽ കരുണയുണ്ടായിരിക്കണം. ആ രാജാവാണ് ഈ തലപ്പാവ് അണിയാൻ അർഹൻ. ദുർഗാദേവി, രാജാവിനെ നീ തന്നെ സംരക്ഷിക്കണം. നോക്കോനെ 99481 not 71. ഓക്കെ ഓക്കെ ഓക്കെ. അവന്റെ അടുത്തായിരുന്നു എനിക്ക് പ്രതികാരം ഉണ്ടായിരുന്നത്. എന്റെ അടുത്താണോ കളിക്കാൻ നിൽക്കുന്നത്? സമീർ, കുറെ നേരം മതി ഫോൺ ചെയ്തോണ്ടിരിക്കുക. സ്കൂളിലെ ഹോംവർക്ക് നീ ചെയ്തു കഴിഞ്ഞോ? എന്താ ഇത് എന്റെ ഫയലാ. ഇപ്പൊ ഇതെന്റെയാണ്. പപ്പ, ചിലരുണ്ടല്ലോ ഹോംവർക്ക് ചെയ്യാറില്ല, എന്നിട്ട് മറ്റുള്ളവരുടെ പ്രോജക്റ്റ് പിടിച്ചു വലിച്ച് വാങ്ങുകയും ചെയ്യും. ശരൺ, ഇതൊന്ന് നോക്കി. അത് ശരി, നീ കുഞ്ഞിനോടൊപ്പം കുറച്ച് ബിസിയാണെന്ന് തോന്നുന്നല്ലോ. സാറില്ല, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. ഇല്ല, നിക്ക്. എന്താ കാര്യം പറഞ്ഞോ? ഇതൊന്ന് നോക്ക്. അല്ല, ഈ ഫയല് നിന്റെ റൂമിലുണ്ടായിരുന്നതാണ്. പവിത്ര അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നതാ. അപ്പോഴല്ലേ സൈൻ മേടിക്കാൻ കഴിയൂ. അലമുളെ, നമ്മുടെ ശരൺ നിന്റെ അടുത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ഫയൽ തന്നിരുന്നോ? അതെ, അത് ഞാൻ ഇവിടെ തന്നെ വെച്ചത്. ശരി. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പാവൻ ശരണിന്റെ അടുത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്? മറന്നുപോകും. അതുകൊണ്ട് ഫയൽ വാങ്ങി അവന്റെ അടുത്ത് കൊടുത്ത് ഞാൻ അവനെ ഓർപ്പിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ആ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ വരാം. സത്യത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ആവണമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഒരു ഭാര്യയുടെ കടമ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പവിത്രയെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയും. നോക്ക്, മോളുണ്ടായിരുന്നത് കൊണ്ട് ഫയലും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് എന്റെ മാത്രമല്ല, നിങ്ങൾ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ടാവും. എന്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാകും എല്ലായ്പ്പോഴും. മനസ്സിലായോ? മോളും എന്നെ ഇതുപോലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം കൊട്ടാരത്തിൽ എന്തൊക്കെ നടക്കണമോ അതെല്ലാം നടക്കും. ഇത് വെറും ഒരു പേപ്പർ അല്ല, എന്റെ തലയിലെടുത്ത് മാറ്റാൻ പോകുന്ന രേഖകളാ. ഈ രേഖകൾ മാത്രം മതി നിങ്ങളെയൊക്കെ എനിക്ക് തെരുവിലേക്ക് ഇറക്കാൻ. ഈ രേഖകളിൽ ആ ശരണിന്റെ ഒപ്പുകൾ കിട്ടിയാൽ മാത്രം മതി. ഇത് എംപ്ലോയീസിന്റെ സാലറിയുടെ പേപ്പറാണ്. ഇത് ചാരിറ്റിയുടേത്. ഇതും അതുപോലെ കുറെ പ്രധാനപ്പെട്ട പേപ്പറുകളാണ്. എല്ലാം അർജന്റാ. അതുകൊണ്ട് റാണി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതാണ്. അതിനുശേഷമോ ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്നോട് സൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അല്ല, അമ്മ ഈ ഫയലെല്ലാം വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? എന്റെ കൺമുമ്പ് വെച്ചാണ് വായിച്ചത്. അഥവാ അവളെടുത്ത തീരുമാനത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീയും ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതുകൊണ്ട് ചിലപ്പോ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ കുറച്ച് താമസിച്ചേക്കും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്തവണ ശമ്പളം കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. വേണ്ട, അമ്മ ഈ ഫയലെല്ലാം വായിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത് വീണ്ടും വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ സൈൻ ചെയ്തേക്കാം. അല്ല, ഇതെവിടെ ചെയ്യണ്ടേ? രാജതലപ്പാവ് വൈകാതെ തന്നെ അതിന്റെ യഥാർത്ഥ രാജാവിന്റെ അഭിമാനമാവട്ടെ. അല്ല, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണോ സൈൻ ചെയ്യേണ്ടതല്ല? അത് തന്നെ. ആ പേനക്ക് തന്നേക്ക്, ഞാൻ സൈൻ ചെയ്യാം. ഇന്ന എന്റെ കയ്യിലുണ്ട്. ഇന്ന വീർഗഡിയുടെ വരും കാല രാജാവ് വിജയിക്കട്ടെ.
വാ പവിത്രേ, നീയും വന്ന് ആരതി എടുക്ക. നിന്റെ ഭർത്താവിന്റെ രാജ തലപ്പാവാണിത്. ശരി. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. ഈ തലപ്പാവ് അണിയുന്ന രാജാവ് ഒരിക്കലും തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കാൻ പാടില്ല. ദുർഗാദേവി വിജയിക്കട്ടെ. ആ കണ്ടോ, എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നതാ. പക്ഷെ നീ എത്ര എളുപ്പത്തിലാ അതെല്ലാം തീർത്തു തന്നത്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, രാജ് നിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് ശരിയായ ഒരു തീരുമാനം തന്നെയാ. ഇതാണ് അവസാനത്തെ ഫൈൽ. പപ്പ, ആ മോളെ, ദേ ഈ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരോ? മോനെ, ഇതാണ് അവസാനത്തെ ഫയല്. 2 മിനിറ്റ്, ഞാൻ ചെയ്തേക്കാം. ശരൺ ബണ്ണ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഈ തലപ്പാവ് നിനക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കാനാ. ഇതാ മദ്യ ഫാക്ടറിയുടെ പേപ്പറുകളാണല്ലോ. സമയോചിത ബുദ്ധിയില്ലാതെ കൊച്ചുകുട്ടികളെ പോലെ കളിക്കുക. നീ എന്താ ചെയ്തെന്നറിയോ? ആ തലപ്പാവെങ്ങാനും താഴെ വീണിരുന്നെങ്കിൽ എത്ര വലിയ അപശകനമായിട്ടുണ്ടാവും അറിയോ? ഐ എം സോറി റാണിമ, ആ ബുക്കില് പല്ലി വീണതുകൊണ്ടാ. അത് ശരി, പല്ലിയോ? ഇതൊന്നും പശുവിന് കിട്ടുന്ന സ്ഥലമല്ല. ഇതൊരു വലിയ സുന്ദരമായ കൊട്ടാരമാണ്. ഇവിടെ പല്ലിക്കൊന്നും വരാൻ പറ്റില്ല. എന്തിനു പറയുന്നു? ഒരു ഈച്ച കൂടെ പറഞ്ഞില്ല. ശരൺ മോനെ, ബാക്കി പേപ്പേഴ്സ് ഒക്കെ പിന്നീട് സൈൻ ചെയ്താലും മതി. ആദ്യം ഞാൻ നിൽക്കേ. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ. എന്തുപറ്റി ശരൺ ബണ്ണ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. എന്തു പറ്റിയെന്ന് പറയേ. ഈ പേപ്പേഴ്സ്, ഇതിലെന്തോ കുഴപ്പമുണ്ട്. അച്ഛാ, ഈ ദീപാവലിക്ക് നമ്മുടെ തന്നെ ദീപാവലി തീർത്തു നിങ്ങള്. മോഹിനിയെ റാണിയാക്കുന്ന കാര്യത്തിൽ എന്റെ തല ബലിയേടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ മോഹിനിയെ ബലി കൊടുക്കുന്നതാണ് നല്ലത്. അമ്മയോട് ഈ കാര്യമെല്ലാം പറയുന്നതിന് മുന്നേ ഈ എല്ലാ പേപ്പേഴ്സും ഒന്നുകൂടി ഞാനിരുന്ന് കറക്റ്റായിട്ട് വായിക്കുന്നതാണ് അതിൻ്റെ ശരി. അമ്മായി, ഇനി ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അബിക്ക് വായിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം ഒഴിവാക്കാമല്ലോ.
ശരി പപ്പ, ഒരു ടെൻഷനും വേണ്ട. കാലത്ത് കഴിക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് മതി, ഉച്ചയ്ക്ക് ഗുലാബ് ജാമുൻ, പിന്നെ രാത്രി ഐസ്ക്രീം ധാരാളം. അപ്പൊ പിന്നെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ തന്നെ ചെയ്തു തരാം. അദ്വിക്, നീ മേളിപ്പോ. മോളെ രോജ, നീ ഇവന്റെ കൂടെ മുകളിലേക്ക് പൊയ്ക്കോ. മമ്മി അത് ശരൺ പേപ്പർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതിനിപ്പോ എന്തിനുള്ള ഒരുക്കമാണാവോ? ശരൺ മോനെ, ഇനിയുള്ള കാലം രാജാവാകാൻ പോകുന്നത് നീയാണ്. മോൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലല്ലോ. രാജാവ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പാടില്ല. രാജാവ് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട അതിലും വലിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അമ്മായി, ഞാൻ ഇപ്പോൾ ഈ രാജാവിന്റെ തലപ്പ് തലയിൽ വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഏറ്റെടുത്തേ പറ്റൂ. അതായത് ഇന്നു മുതൽ എല്ലാ ബിസിനസ് ഡീൽസും എല്ലാ ഡോക്യുമെന്റ്സും എന്റെ ടേബിൾ കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്കറിയാം ശരൺ ബണ്ണ, നീ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും പിൻവാങ്ങാതെ അത് ചെയ്തു തീർക്കുമെന്ന്. ഇവിടെ എന്റെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഇവൻ എല്ലാ ഡോക്യുമെന്റ്സും വായിച്ച് നോക്കിയാൽ അതോടുകൂടി ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. നിങ്ങളെ തന്നെയാ. ഒന്ന് എൻ്റെ കൂടെ വന്നേക്ക്. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരൂ.